ഗസയിലെ കുഞ്ഞുങ്ങൾക്കെതിരായ ഇസ്രയേൽ ആക്രമണങ്ങൾ മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്വതന്ത്ര അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി. അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ യുദ്ധക്കുറ്റങ്ങൾ നടത്തിയതായി UN പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ അമേരിക്കൻ മധു കൊട്ടാരക്കര ചേരുന്നു. ഗുഡ് മോർണിംഗ് മധു, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കേൻ. 2023 ഒക്ടോബർ 7 ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചത്. അന്നു മുതൽ പാലസ്തീൻ കുട്ടികൾക്ക് നേരെ നടന്ന അതിക്രമങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്ര സഭയുടെ ഒരു സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണ കമ്മീഷനാണ് ഇതേപ്പറ്റിയുള്ള വിവരങ്ങൾ പരിശോധിച്ചത്. കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെയുള്ള അധിനിവേശ പാലസ്തീൻ പ്രദേശങ്ങളിലെയും ഇസ്രയേലിലെയും ഒക്കെ സാഹചര്യങ്ങൾ ഈ കമ്മീഷൻ അവരുടെ റിപ്പോർട്ടിനായി വിലയിരുത്തുകയുണ്ടായി. ഗസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരിൽ 30% കുട്ടികളാണെന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇസ്രയേൽ ഗസയിൽ വംശഹത്യ നടത്തിയെന്നും അതുപോലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള അവരുടെ സൈനിക ഉന്നത ഉദ്യോഗസ്ഥർ ഇതിന് പ്രേരിപ്പിച്ചുവെന്നും ഒക്കെ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഈ കമ്മീഷൻ പുറത്തുവിട്ട മറ്റൊരു റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെ അങ്ങേയറ്റം അപകീർത്തികരം എന്ന് പറഞ്ഞ് ഇസ്രയേൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇത് അടിസ്ഥാനരഹിതമാണെന്നാണ് ഇസ്രയേൽ പറയുന്നത്. അത് മാത്രമല്ല, എല്ലാ കുട്ടികളും സംരക്ഷണം അവര് അർഹിക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രയേൽ ഇതെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഹമാസിന്റെ ക്രൂരമായ അവരുടെ പ്രവർത്തനങ്ങളെ പറ്റി ഈ റിപ്പോർട്ട് അത് ബോധപൂർവം അവഗണിച്ചുവെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതേസമയം എസ്കേൻ ഇറാനും അതുപോലെ അവരുടെ പ്രോക്സി ഗ്രൂപ്പ്സും തമ്മിൽ ഈ പോരാട്ടം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ ആദ്യമായിട്ട് ഈ അമേരിക്കയുമായിട്ടുള്ള അവരുടെ ബന്ധത്തിൽ വിള്ളലുകൾ സൂചിപ്പിക്കുന്ന രീതിയിൽ ഉള്ള റിപ്പോർട്ടുകൾ വരികയാണ്. ഇസ്രായേൽ സൈനികമായി കൂടുതൽ സ്വയം പര്യാപ്തം നേടണമെന്ന് അവരുടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെയും പറഞ്ഞു. സൈനിക ആവശ്യങ്ങൾക്കായി അമേരിക്കയെ ആശ്രയിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ സ്വതന്ത്രമാകണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വന്തമായിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കി അവരുടെ നിർമ്മാണശേഷി വികസിപ്പിച്ചെടുക്കേണ്ടത് വളരെ ആവശ്യമാണെന്ന് നെതന്യാഹു പറഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് 80% അമേരിക്കൻ ആയുധങ്ങളാണ് ഇസ്രായേൽ ഉപയോഗിക്കുന്നത്. വെസ്റ്റ് ബാങ്കിൽ ഈ റിസർവ് സൈനിക ഉദ്യോഗസ്ഥരുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശം. എസ്കേൻ, അതേസമയം ഈ നെതന്യാഹു ഈ ഇറാനെതിരെയുള്ള ഒരു കരാറിലുള്ള അതൃപ്തി ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.